ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ അതിൽ നിന്ന് 4 പാഠങ്ങളാണ് പാദവാർഷിക പരീക്ഷയ്ക്ക് ഉണ്ടാകുക. ഈ പാഠത്തിൽ നിന്നൊക്കെയും ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ പാഠത്തിൽ ഒന്നാമത്തെ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇസ്മ്, ഫിഅല്, ഹർഫ്, ഈ 3 എണ്ണത്തിനെയും കുറിച്ചാണ് പഠിക്കാനുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ 3 കോളങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് അൽ ഇസ്മ്. ഇസ്മ് എന്ന് പറഞ്ഞാൽ പേരെന്ന്. അത് മനുഷ്യന്മാർക്കാകട്ടെ മൃഗങ്ങൾക്കാകട്ടെ ജീവനില്ലാത്ത വസ്തുക്കൾക്കാകട്ടെ ഏത് വസ്തുവിനെയും വിളിക്കുന്ന പേര് അതിനേക്കാണ് ഇസ്മി എന്ന് പറയുന്നത്. അപ്പോൾ റസൂൽ, അള്ളാഹ്, അന്നാസ്, മക്ക, അൽ മുശ്രിഖുൻ. അപ്പോൾ സ്ഥലങ്ങളുടെ പേരാണ് മക്ക, അസ്ഹാബ്, മദീന, ഹും, അഹ്ലു, അദ്ദുഫൂഫ, അന്നബിയു, മസ്ജിദ്, പള്ളിയുടെ പേര് മസ്ജിദൻ. ഇങ്ങനെ തുടങ്ങിയ ഏതൊക്കെ വസ്തുക്കൾക്ക് നിങ്ങളുടെ പേരുകളുണ്ടോ ആ പേരിനൊക്കെയാണ് ഇസ്മി എന്ന് പറയുക. അപ്പോൾ ഒരു വാക്ക് കണ്ടാൽ അത് ഇസ്മാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. രണ്ടാമത്തത് ഫിഅല് എന്ന. ഫിഅല് എന്ന പ്രവർത്തനങ്ങൾ എന്ന. അതായത് 3 സമയങ്ങൾ: കഴിഞ്ഞ കാലം, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലം, ഭാവി കാലം, ഭൂതകാലം, വർത്തമാനകാലം എന്നൊക്കെ പറയും. ഈ 3 സമയങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അറിയിക്കുന്ന പദത്തിനേക്കാണ് ഫിഅല് എന്ന് പറയുക. ഇപ്പോൾ ദഅ എന്ന് പറഞ്ഞാൽ ദുആ വിളിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഗളിബ ദേഷ്യപ്പെടുക, ദേഷ്യപ്പെട്ടു. അപ്പോൾ അത് ഒരു പ്രവർത്തനത്തിന് മേൽ അറിയിക്കുന്ന പദമാണല്ലോ ഗളിബ എന്നുള്ളത്. അപ്പോൾ ആദവ് എന്നാൽ പ്രയാസപ്പെടുത്തി, ബുദ്ധിമുട്ടിക്കുന്നു. ഹാജറ, ഇസ്തഖ്ബല, യദ്രിബൂന, യുൻഷിദൂന, ഇതൊക്കെ യദ്രിബൂന അടിക്കുന്നൊക്കെ. ഇസ്തഖ്ബലന മുന്നിടുക എന്നൊക്കെയും. പിന്നെ ബന എന്താ ഉണ്ടാക്കുക, എടുക്കുക. ഇഷ്തഹറ പ്രസിദ്ധമായി എന്നൊക്കെ. ആയിഷ ജീവിക്കുക. തോഫിയ മരണപ്പെട്ടു എന്നൊക്കെയും. ദുഫിന മറമാടി. ഇങ്ങനെയൊക്കെയും ഉള്ളതിനേക്കാണിത് ഫിഅല് എന്ന് പറയുക. മൂന്നാമത്തെ കോളത്തിൽ ഹർഫുകളാണ്. ഇല, ഫി, ഫ, വ, സുമ്മ, മിൻ, ബില, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഹർഫുകളുണ്ട്, ഒരുപാട് ഫിഅലുകളുണ്ട്, ഒരുപാട് ഇസ്മുകളുണ്ട്. ഇത് ഓരോന്നും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകണം ഇത് ഇസ്മാണോ ഫിഅലാണോ ഹർഫാ എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ളതാണ് ഈ പാഠത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നന്നായി എല്ലാവരും ചെയ്യുക. ഒന്നാമത്തെ പ്രവർത്തനം എന്താ നോക്കുക. ഫി യൗമി ഉത്ലത്തിൻ ഖറജ ഹാമിദുൻ മഅ സദീഖിഹി ഇലൽ ഹദീഖത്തി റആ ഫിൽ ഹദീഖത്തി അസ്ഹാറൻ ജമീലത്തൻ ഖാല ലിസദീഖിഹി ഹാദാ മൻദറുൻ ജമീൽ. അപ്പോൾ ഈ കൊടുത്ത വാക്കിൽ നിന്ന്, ഈ 2 വരികളിൽ നിന്നും ഇസ്മിനെ വേർതിരിച്ച് എഴുതണം, ഫിഅലിനെ വേർതിരിച്ച് എഴുതണം, ഹർഫുകളെ വേർതിരിച്ച് എഴുതണം. മുമ്പ് പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഇസ്മി എന്ന് മനസ്സിലായിട്ടുണ്ടാവും, എന്താണ് ഫിഅൽ എന്നും മനസ്സിലായിട്ടുണ്ടാവും, എന്താണ് ഹർഫ് എന്നും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അർത്ഥം പറയാം. ഫി യൗമി ഉത്ലത്തിൻ, ഒരു അവധി ദിവസം, ഒരു അവധി ദിവസം. അപ്പോൾ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? അതെ, അതൊരു പേരാണ്. ഉത്ലത്തിൻ എന്ന് പറഞ്ഞാൽ അവധി, അതും എന്താണ് ഇസ്മ. ഖറജ ഹാമിദുൻ, ഹാമിദ് പുറപ്പെട്ടു. ഖറജ പുറപ്പെട്ടു. ആ പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു പ്രവർത്തനമാണല്ലോ. അപ്പോൾ ഖറജ എന്നുള്ളത് എന്താണ്? ഫിഅലാണ്. ഹാമിദ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ പേരാണ്, ഒരാളുടെ പേരാണ്. അപ്പോൾ അത് ഇസ്മാണ്. അപ്പോൾ ഇസ്മിൻ്റെ കുളത്ത് മഅ സദീഖിഹി, അവൻ്റെ കൂട്ടുകാരനോട് കൂടെ. സദീഖ് എന്ന് പറഞ്ഞാൽ ഇസ്മാണ്, കൂട്ടുകാരൻ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇസ്മിൻ്റെ കുളത്തിൽ. ഇലൽ ഹദീഖത്തി, തോട്ടത്തിലേക്ക്. അപ്പോൾ തോട്ടം എന്ന് പറഞ്ഞാൽ അതും ഒരു ഇസ്മാണ്, അതും ഇസ്മിൻ്റെ കുളത്തിലാണ്. പക്ഷേ ഇല എന്നുള്ളത് കണ്ടോ, ഇല നേരത്തെ പഠിച്ചു, ഹർഫാണ്. അതായത് സ്വന്തത്തിലൊരു അർത്ഥം ഉണ്ടാവില്ല, പക്ഷേ മറ്റൊന്നിനോട് കൂടുമ്പോൾ അതിനൊക്കെ അർത്ഥം ഉണ്ടാവും. അതിനാണ് ഹർഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ തോട്ടത്തിലേക്ക് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഇല കൊടുത്തത്. അപ്പോൾ ഇല ഇല്ലെങ്കിലോ അർത്ഥം കിട്ടൂല. അപ്പോൾ ഇല എന്നുള്ള ഹർഫിൻ്റെ കുളത്തിൽ. അതുപോലെ ഫീ എന്ന് പറഞ്ഞില്ലേ, ആ ദിവസത്തിൽ, അതിന് അർത്ഥം കിട്ടാൻ ഫീ ഉപയോഗിച്ച്. സ്വന്തം ഫീ പറയുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാകില്ല. ഇനി റഅ, കണ്ടു. ഹാമിദ് കണ്ടു. അപ്പോൾ കാണുക എന്നുള്ളൊരു പ്രവർത്തനമാണല്ലോ. അപ്പോൾ ആ പ്രവർത്തനം എന്തിൻ്റെ കുളത്തിൽ എഴുതണം? ഫിഅലിൻ്റെ കുളത്തിൽ എഴുതണം. ഫിൽ ഹദീഖത്തി, തോട്ടത്തിൽ. അപ്പോൾ ഇൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി ഫി, അത് ഈ കൂട്ടി പറയുമ്പോഴാണ് ആ അർത്ഥം കിട്ടുക. സ്വന്തമായിട്ട് പറയുമ്പോൾ അതിന് അർത്ഥം ഉണ്ടാകില്ല. അപ്പോൾ ഹദീഖത്ത് നേരത്തെ പറഞ്ഞ തോട്ടം, അത് ഇസ്മാണ്, ഇസ്മിൻ്റെ കുളത്തിൽ. അസ്ഹാറൻ, പൂവുകളെ, പുഷ്പങ്ങളെ. അപ്പോൾ അസ്ഹാർ പൂവുകൾ, അത് ഇസ്മാണ്. അപ്പോൾ ഇസ്മിൻ്റെ കുളത്തിൽ അത് എഴുതുക. ജമീലത്തിന്, നല്ല ഭംഗിയുള്ള പൂവുകളെ തോട്ടത്തിൽ കണ്ടു. ഖാല ലി സദീഖിഹി, ഹാമിദ് അവൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു. പറയുക എന്നുള്ളതൊരു പ്രവർത്തനമാണ്. അപ്പോൾ ഖാല എന്നുള്ളത് ഫിഅലിൻ്റെ കുളത്തിൽ എഴുതുക. ലി സദീഖിഹി, അല്ലേ, ലി സദീഖിഹി, അവൻ്റെ കൂട്ടുകാരനോട്. അപ്പോൾ കൂട്ടുകാരനോട് എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ലാമിനെ അവിടെ കൊടുത്തത്. അപ്പോൾ ലാം ഹർഫാണ്. അപ്പോൾ ഈ കുളത്തിൽ എഴുതുക. ഹാദാ മൻദറുൻ ജമീലുൻ, ഇത് എന്തൊരു ഭംഗിയുള്ള കാഴ്ച. അപ്പോൾ ഹാദ എന്നുള്ളത് ഇസ്മാണ്. അപ്പോൾ ഇസ്മിൻ്റെ കുളത്തിൽ എഴുതുക. പിന്നെ മൻദറുൻ ജമീൽ, നല്ലൊരു കാഴ്ച അല്ലേ. ഇതൊക്കെയും മൻദറുൻ ഇസ്മാണ്. ജമീൽ എന്നൊക്കെ പറഞ്ഞാൽ ഇസ്മാണ്.
ഈ രണ്ടാമത്തെ വർക്ക് നോക്കി, നുക്കമ്മിലു അൽ ജുംലത്ത ബി വദഇ കലിമത്തി മുനാസബത്തിൻ മിമ്മാ ബൈന ഖൗസൈനി. അപ്പോൾ മുകളിലത്തുള്ള ശരിക്ക് പഠിക്കുക. അത് പരീക്ഷയ്ക്ക് ഇതുപോലെ ചിലപ്പോൾ ചോദിച്ചിട്ട് അതിൽ നിന്ന് ഫിയലിനെയും ഇസ്മിനെയും ഹർഫിനെയൊക്കെയും ചോദിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇനി ഇതിൽ ഫാത്തിമ എന്നുണ്ട്, ഇല ഉണ്ട്, ഫത്തഹ ഉണ്ട്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ പേരാണ്, അപ്പോൾ അത് ഇസ്മാണ്. ഇല എന്ന് പറഞ്ഞാൽ ഹറഫാണ്. ഫത്തഹ എന്ന് പറഞ്ഞാൽ തുറന്നു, അപ്പോൾ അത് ഫിയലാണ്. ഇവിടെ 3 ചോദ്യങ്ങളുണ്ട് അല്ലേ. ഡാഷ് അൽ ഖാദിമു അൽ ബാബ. ഖാദിം എന്ന് പറഞ്ഞാൽ വേലക്കാരൻ അല്ലെങ്കിൽ സർവൻ്റ്. അൽ ബാബ വാതിൽ. അപ്പോൾ ഖാദിമ വാതിൽ തുറന്നു എന്ന്, അപ്പോൾ പ്രവൃത്തിയാണ്. അപ്പോൾ ഇത് ഫതഹ അൽ ഖാദിമു അൽ ബാബ, ഖാദിം വാതിൽ തുറന്നു. ഇനി ഖറഅത്ത് ഓദിന, അപ്പോൾ പ്രവർത്തനം ഫിയലുണ്ട് ഇവിടെ. ഖറഅത്ത് അൽ ഖുർആന, ഖുർആൻ ഓതി. ആരാ ഓതിയത്? ഫാത്തിമ ഓതി അല്ലേ. അതുകൊണ്ട് ഫാത്തിമ പെണ്ണായതുകൊണ്ടാണ് ഖറഅത്ത് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഖറഅ എന്നാണ് പറയുക. അപ്പോൾ ഖറഅത്ത് ഫാത്തിമത്തു അൽ ഖുർആന, ഫാത്തിമ ഖുർആൻ ഓതി. ദഹബൽ ഔലാദു, കുട്ടികളൊക്കെ പോയി. ദഹബ പോയി, അപ്പോൾ അത് ഫിയലാണ്. അൽ ഔലാദ് കുട്ടികൾ, അത് ഇസ്മാണ്. ഇലൽ ഗ്രൗണ്ടിലേക്ക്, മൈതാനത്തേക്ക് പോയി. അപ്പോൾ മൈതാനത്തിലേക്ക് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഇല ഉപയോഗിച്ചത്. ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി 3ാമത്തെ പ്രവർത്തനം നഫ്ഹമുൽ മഅന വ നക്തുബുഹു. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത് അർത്ഥം എഴുതാൻ. ദഅ എന്ന് പറഞ്ഞാൽ, ദഅ എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു എന്നൊക്കെ അർത്ഥമാണ്. ദഅ എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു. ബന എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു എന്നാണ്. ബന നിർമ്മിച്ചു. ഗളിബ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടു. ഇഷ്തഹറ എന്ന പ്രസിദ്ധമായി. അപ്പോൾ ഇത് ശരിക്കും നന്നായിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി അവസാനം കൊടുത്താൽ മുഅ്ജം എന്നുള്ള ഇത് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിലെ അർത്ഥങ്ങളൊക്കെ നന്നായി വായിച്ച് പഠിക്കുക. ഇതിൽ നിന്ന് 1, 2, 5 ചോദിക്കും. രണ്ടാമത്തെ പാഠം, ഇതിൽ ജുംലകളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ജുംല എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ അർത്ഥം കിട്ടുന്ന സംസാരത്തിനേക്കാണ് ജുംല എന്ന് പറയാം. 2 തരത്തിൽ ജുംലുണ്ട്. ഇസ്മിയായ ജുംലയുണ്ട്, ഫിഅലിയായ ജുംലയുണ്ട്. അപ്പോൾ ഞാൻ അടിച്ചു, അപ്പോൾ ആ സംസാരം പൂർത്തിയായല്ലോ. അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്തായില്ല, ഒരു പൂർണ്ണമായിട്ടില്ല അർത്ഥം. എന്നതുപോലെ ആകാശം നല്ല ഭംഗിയുള്ളതാണ്, പൂർത്തി. ആകാശം എന്ന് മാത്രം പറഞ്ഞാൽ എന്താവില്ല, പൂർത്തിയാകില്ല. ഇനി ജുംല ഇസ്മിയായ ജുംല ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്കാണ് ഇസ്മിയായ ജുംല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജുംലകൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് പഠിക്കാം. പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നതാണ്, ശ്രദ്ധിക്കുക. ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത്തിഫുലു ജാലിസത്തുൻ ലദീദത്തുൻ അസയ്യാർ. തിഫുലന കുട്ടി, ജാലിസത്തുൻ ഇരിക്കുന്നവർ, ലദീദത്തുൻ നല്ല ടേസ്റ്റുള്ള ആനന്ദമുള്ള, അസയ്യാറത്തുന്ന വാഹനം. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ജുംല ഉണ്ടാക്കാം. ജദീദത്തുന്നുണ്ട്, എന്ത് കൊടുക്കും? പുതിയതാണെന്ന്. അപ്പോൾ അസയ്യാറത്തു ജദീദത്തുൻ, വാഹനം പുതിയതാണ്. ഇനി സഗീറുൻ, കുട്ടി ചെറുതാണ്. അപ്പോൾ എന്താ? അത്തിഫുലു സഗീറുൻ, കുട്ടി ചെറുതാണ്. അപ്പോൾ ഈ വാക്ക് പൂർത്തിയായല്ലോ. അപ്പോൾ ഇസ്മിയായ ജുംലയാണ്. അത്അമു, ഭക്ഷണം, ലദീദുൻ, നല്ല രുചിയുള്ളതാണ്. അപ്പോൾ എന്തായി? ഒരു അർത്ഥം പൂർത്തിയായി. ഭക്ഷണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അർത്ഥം പൂർത്തിയായില്ലല്ലോ, അല്ലെങ്കിൽ രുചിയുള്ളതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അർത്ഥം പൂർത്തിയാവില്ല. അപ്പോൾ രണ്ടും കൂടി പറയുമ്പോഴാണ് ഇത് പൂർത്തിയാകുക. അൽ ബിന്തു ജാലിസത്തുൻ, പെൺകുട്ടി ഇരിക്കുന്നവളാണ്. ഇനി രണ്ടാമത്തെ നോക്ക്, അർത്ഥം. അൽ ബുസ്താനു ജമീലുൻ, ഇതിൻ്റെ അർത്ഥം എഴുതാനാണ്. അൽ ബുസ്താനു ജമീലുൻ എന്നതിൻ്റെ അർത്ഥം, ബുസ്താൻ എന്നാണ് തോട്ടം, ജമീലുൻ ഭംഗിയുള്ളതാണ്, അപ്പോൾ തോട്ടം ഭംഗിയുള്ളതാണ്. അൽ കിതാബു ജദീദുൻ, അൽ കിതാബ് പുസ്തകം, ജദീദുൻ പുതിയതാണ്. അപ്പോൾ ഇതിനൊക്കെ എന്തായി? ഇസ്മിയായ ജുംലയാണ് ഇതൊക്കെ. ഇനി നുലാഹിദു അൽ മുഫ്രദ വൽ ജംഅ, ഇത് എല്ലാവരും ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ഖലീഫത്തുൻ എന്നതിന് ജംആണ്, ബഹുവചനമാണ്. ഖുലഫാ എന്നുള്ളത്. തിഫുലു എന്നതിൻ്റെ ബഹുവചനമാണ് അത്ഫാൽ എന്നുള്ളത്. ഇതെല്ലാവരും ശ്രദ്ധിക്കണം. ഇനി അവസാനം കൊടുത്ത് ഈ മുഅ്ജം, ഇതെല്ലാവരും ശ്രദ്ധിക്കണം. ഓരോന്നിൻ്റെയും അർത്ഥങ്ങളെല്ലാവരും നന്നായി പഠിക്കുക. ഇതിൽ ചിലപ്പോൾ 1, 2 ചോദിക്കാം. 3ാമത്തെ പാഠം, ഇതിൽ പഠിക്കാനുള്ളത്, 2ാമത്തെ പാഠത്തിൽ ഇസ്മിയായ ജുംലയാണെങ്കിൽ 3ാമത്തെ പാഠത്തിൽ ഫിഅലിയായ ജുംലയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഫിഅലിയായ ജുംല എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ ഫിയലുണ്ടാകും. ഫിയൽ കൊണ്ട് തുടങ്ങുന്ന ജുംലക്കാണ് ഫിഅലിയായ ജുംല എന്ന് പഠിക്കുക. ഇത് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. ഖറജ തിഫുലുൻ, ഖറജ തിഫുൽ, കുട്ടി പുറപ്പെട്ടു. അപ്പോൾ എന്താ? കുട്ടി പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് പൂർത്തിയായല്ലോ. അപ്പോൾ ഖറജ എന്നുള്ള ഫിയലാണ്. ഫിയൽ കൊണ്ട് തുടങ്ങിയപ്പോൾ ഈ ജുംലക്ക് എന്ത് പറയും? ഫിഅലിയായ ജുംല എന്നല്ലേ. ഖറജ തിഫുൽ ബഗ്ദാദ്, കുട്ടി ബഗ്ദാദിലേക്ക് പുറപ്പെട്ടു. സാഫ്ര തിഫ്ലു മാ ഖാഫിലത്ത്, കുട്ടി ഖാഫിലയോട് കൂടെ യാത്ര പോയി. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഫിഅലുകളാണ്. ആ ഫിഅൽ കൊണ്ട് തുടങ്ങിയപ്പോൾ അത് ഫിഅലിയാ ജുംല എന്നാണ് അതിന് പറയുക. ഇനി നമുക്ക് ഓരോ ഫിഅലിയാ ജുംല ഉണ്ടാക്കി പരിശീലിക്കാം, പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഖറജ അൽ കിതാബ് അത്തിഫുൽ, ഖറജ എന്നുണ്ട് ഫിഅലുണ്ട്. അൽ കിതാബ എന്നുള്ള ഇസ്മുണ്ട്, അത്തിഫുൽ എന്ന് പറഞ്ഞാൽ ഇസ്മുണ്ട്. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ്. കിതാബിൻ്റെ അർത്ഥം നമുക്ക് അറിയാം, കിതാബ്, തിഫുലാണ് കുട്ടി. ഇനി 3 ജുംലകൾ ഉണ്ടാക്കണം. ഖറ അൽ വലതു, കുട്ടി ഓതി അല്ലെങ്കിൽ വായിച്ചു. അപ്പോൾ ഖറ എന്ന ഫിഅലാണ് പോലെ, അത് വലതു എന്ന കുട്ടി എന്താ വായിച്ചാൽ? കിതാബ, കിതാബ് പുസ്തകം വായിച്ചു. അപ്പോൾ എന്തായി? ഒരു ഫിഅലിയായ ജുംല. എന്തുകൊണ്ട്? ഫിഅൽ കൊണ്ട് തുടങ്ങിയത്. ഇനി ബക, കരഞ്ഞു.
ഫില്ലൈലാത്ത് ആരാ കഴിഞ്ഞ അത്തീഫ് കുട്ടി രാത്രിയിൽ കരഞ്ഞു. അപ്പോൾ ബക്ക എന്നുള്ള ഫേല് കൊണ്ട് തുടങ്ങിയപ്പോൾ ആ ജുംല എന്താ ഫേലിയായ ജുംലയായി. ഇനി ഡാഷ് അൽ ഔലാദു ഇലൽ മദ്രസത്തി. അപ്പോൾ ഖറജൽ ഔലാദു കുട്ടികൾ പുറപ്പെട്ടു ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്. ഇനി താഴെ കുറച്ച് വാക്കുകളുണ്ട്, അതിൻ്റെ അർത്ഥങ്ങളും എല്ലാവരും പഠിക്കുക. ഖറജന പുറപ്പെട്ടു, അജാബന ഉത്തരം നൽകി, സഅലന ചോദിച്ചു, ബക്ക എന്ന് പറഞ്ഞാൽ കരഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ അപ്പുറത്തെ പേജിലുള്ള കുറച്ച് വർക്കുകളുണ്ട്, അതും എല്ലാവരും ശ്രദ്ധിക്കണം. ഇതുപോലെ പരീക്ഷയ്ക്കും ചോദിക്കാം. എന്നൊക്കെ മുറത്തിബുൽ കലിമാതി കമാ ഫിൻ നമൂദ്. ഉദാഹരണത്തിലുള്ളതുപോലെ ഈ വാക്കുകളെ തർത്തീബ് ഓർഡറാക്കാൻ ഇതിന് മാതൃക കൊടുത്തിട്ടുണ്ട്. അസ്സബൂറത്തി നളറ ഇലൽ ഔലാദ് എന്ന് കൊടുത്ത് അതിൻ്റെ അതിനെ അങ്ങനെ ക്രമത്തിലാക്കിയത് നളറൽ ഔലാദ്. അപ്പോൾ ഫീലിയ ജുംലയാക്കേണ്ടത്. ഫീലിയ ജുംലയാക്കുമ്പോൾ ആദ്യം ഫിയലാണ് ആദ്യത്തിൽ വരേണ്ടത്, തുടക്കത്തിൽ ഫിയലാണ് വരേണ്ടത്. അപ്പോൾ ഇതിൽ ഫിയൽ ഏതാ നളറ എന്നുള്ളത്. അപ്പോൾ നളറ എന്ന് ആദ്യത്തിൽ കൊടുത്തു. നളറ എന്താ നോക്കി അല്ലെങ്കിൽ കണ്ടു നോക്കി. നളറ അൽ ഔലാദ് കുട്ടികൾ നോക്കി. അപ്പോൾ കുട്ടികൾ എന്തിലേക്ക് ഇല സബൂർത്ത് ബോർഡിലേക്ക് കുട്ടികൾ നോക്കി. അപ്പോൾ ആദ്യം ഫീൽ കൊണ്ട് തുടങ്ങി. പിന്നെ ഇത് ഫായിലാണ്, ആ പ്രവർത്തനം ചെയ്ത ആൾക്കാണ് ഫായിൽ എന്നുള്ളത്. അപ്പോൾ രണ്ടാമത് ഫായിലിനെയാണ് പറയേണ്ടത്. ഇനി 2, 3 നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് 2, 3 ചോദിക്കാൻ സാധ്യതയുണ്ട്. അൽ മദ്രസത്തി അൽ ബനാത്തു ഇല വസലത്ത്. ഇങ്ങനെ 4 കാര്യങ്ങൾ. വസലത്തിന് ഫീലാണ്, ഇലാന ഹർഫാണ്, ബനാത്ത് മദ്രസ രണ്ടും ഇസ്മുകളാണ്. അപ്പോൾ ഫീലിയ ജുംല ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഫീലിനെ കൊടുക്കണം. ഇതിലെ ഫീൽ ഏതാ? വസലത്ത് എന്ന് എത്തി നോക്കി. അപ്പോൾ വസലത്ത് എന്നുള്ള ഫീലിന് ആദ്യം എഴുതണം. വസലത്ത് ആരെത്തിയത്? അൽ ബനാത്ത് പെൺകുട്ടികളൊക്കെ എത്തി. എങ്ങോട്ട് എത്തി? ഇലൽ മദ്രസത്തി മദ്രസയിൽ. വസലത്ത് ഇൽ ബനാത്തു ഇലൽ മദ്രസത്തി എന്ന് ഇവിടെ എഴുതി കൊടുക്കണം. ഇത് പഠിക്കും വേണം. അദ്ദാരിസൂന പഠിക്കുന്ന വിദ്യാർത്ഥികൾ, കത്തബ എഴുതിന, അദ്ദർസ പാഠം. അപ്പോൾ ഇത് ഫിയലിയ ജുംല ഉണ്ടാക്കാൻ എന്ത് കൊടുക്കണം? ആദ്യം കത്തബ എന്നുള്ള ഫിയലിനെ കൊടുക്കണം. എഴുതി ആരെഴുതി? അദ്ദാരിസൂൻ. കത്തബ ദാരിസൂന അദ്ദർസ പാഠം വിദ്യാർത്ഥികളെ എഴുതി. അപ്പോൾ കത്തബ ദാരിസൂന അദ്ദർസ. ഈ താഴെ നോക്കി ദീനാറുൻ ദനാൻ. ദീനാറിൻ്റെ ബഹുവചനമാണ് ദനാനീർ. ഇതെല്ലാം ശ്രദ്ധിക്കണം. ഏകവചനം കൂടി ചിലപ്പോൾ ബഹുവചനം എഴുതാണ്ടാകും. ലിസ്സുൻ എന്തിൻ്റെ ബഹുവചനമാണ്? ലുസൂസ്. ലിസ്സിന് കള്ളൻ, ലുസൂസിന് കള്ളന്മാർ. ഈ താഴെ കൊടുത്തിട്ടുള്ള വാക്കുകളെല്ലാം ശ്രദ്ധിക്കുക. അതിന് അർത്ഥമില്ല, നന്നായി പഠിക്കുക കേട്ടോ. അൽ മുഅ്ജം എന്നുള്ളത്. 4ാമത്തെ പാഠത്തിൽ നിന്ന് എന്തൊക്കെ ചോദിക്കുന്നു എന്ന് പരിശോധിച്ച് നോക്കാം. ഇസ്തിഫഹാമിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അതായത് ഒരു കാര്യം അറിയാൻ വേണ്ടി പല കാര്യങ്ങൾ ചോദിക്കുമല്ലോ. എന്ത്, ആര്, എപ്പോൾ, എവിടെ, ഇങ്ങനെയൊക്കെ നമ്മുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന അതിൻ്റെ അറബി ആണ് നാം ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. അതായത് 4 ഉദാഹരണങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. മൽ ഇസ്മു പേര് എന്താണ്? മ എന്നാണ് എന്താണ്, അല്ലെങ്കിൽ എന്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. മനിൽ ഫായിസു ആരാണ് വിജയ്? മൻ എന്നാണ് ആര്. കൈഫ നുതർജുമു എങ്ങനെ നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാം. അപ്പോൾ കൈഫ എന്നാൽ എങ്ങനെ. ബി ഐ ഇസ്മിൻ ഇഷ്തഹറ ഹാദ സയ്യിദു ഈ ഏത് പേര് കൊണ്ടാണ്, എന്ത് പേര് കൊണ്ടാണ് ഈ നേതാവ് അല്ലെങ്കിൽ ഈ മാന്യൻ പ്രസിദ്ധനായത്. ഇസ്തിഫാമിൻ്റെ കുറേ ഹർഫുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അഥവാത്തുകൾ കൊടുത്തിട്ടുണ്ട്. മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ് അതിൻ്റെ അർത്ഥം. മ എന്ത്, മത എന്നാൽ എപ്പോൾ, ഐന എവിടെ, കൈഫ എന്നാൽ എങ്ങനെ, കം എന്ന് പറഞ്ഞാൽ എത്ര, ഐ എന്ന് പറഞ്ഞാൽ എന്ത് എന്നൊക്കെ. ഇനി താഴെ ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പൂരിപ്പിക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് 1, 2 എന്നൊക്കെ. അതായത് ഇവിടെ ഒരു ഉണ്ട്, അതിൽ മൻ ഐന കം മ ഈ 4 എണ്ണം ഉണ്ട്. അത് വെച്ചിട്ടാണ് പൂരിപ്പിക്കേണ്ടത്. മൻ എന്ന് പറഞ്ഞാൽ ആര്, ഐന പറഞ്ഞാൽ എവിടെ, കം എന്ന് പറഞ്ഞാൽ എത്ര, മ എന്ത്. അപ്പോൾ യാസിർ പറയും അസ്സലാമു അലൈക്കും, ഷാക്കിർ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. യാസിറിന് ഇസ്മുക്ക. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക? നിൻ്റെ പേരെന്താണ്? അപ്പോൾ എന്ത് എന്നെനിക്ക് മസ്മുക്ക, നിൻ്റെ പേരെന്താണ്. ഷാക്കിറിന് ഇസ്മി ഷാക്കിർ, എൻ്റെ പേര് ഷാക്കിറാണ്. യാസിർ പറയാണ് ബൈത്തുക്ക, നിൻ്റെ വീട്. അപ്പോൾ സംഭാഷണം പറയുമ്പോൾ അത് നിൻ്റെ പേരെന്താണ്, അടുത്ത് എന്തായിരിക്കും? നിൻ്റെ വീട് എവിടെയാണ്. അപ്പോൾ എവിടെ എന്നെനിക്ക് ഇതിലെന്താ പറയുക? ഹൈനയാണ്. അപ്പോൾ ഹൈന ബൈത്തുക്ക, നിൻ്റെ വീട് എവിടെയാണ്. ഷാക്കിർ ബൈത്തി ഖുർബ അൽ മസ്ജിദ്, പള്ളിയുടെ അടുത്താണ് എൻ്റെ വീട്. യാസിർ ചോദിക്കുന്നു ഡാഷ് ഉളുവൻ ഫി ഉസ്രത്തിക്ക, നിൻ്റെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്, എത്ര ആളുകളുണ്ട്. അപ്പോൾ എത്ര എന്ന് എനിക്ക് എന്താ പറയും? കം. അപ്പോൾ കം ഉളുവൻ ഫി ഉസ്രത്തിക്ക. ഷാക്കിറിന് ഹംസത്തു ആളല്ലേ 5 അംഗങ്ങളുണ്ടെന്ന്, 5 ആളുകളാണ്. യാസിർ ചോദിക്കുന്നു ഹും ഡാഷ് ഡാഷ് ഹും അവർ. അപ്പോൾ അവർ ആരാണ് നഹം. അപ്പോൾ ആര് എന്ന് എനിക്ക് എന്താ പറയും? മൻ ഹും അവർ ആരാണ്. ഷാക്കിറിന് അന ഞാൻ, ഓ അബി എൻ്റെ ഉപ്പ, ഓ ഉമ്മി എൻ്റെ ഉമ്മ, ഓ അഹി എൻ്റെ സഹോദരൻ, ഓ ഉഖ്തി എൻ്റെ സഹോദരി. ഈ കാര്യങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇനി മുകളിൽ 3-4 അറബി വാക്കുകളുണ്ട്, അതിൻ്റെ അർത്ഥം പഠിക്കണം. മുസാബക്ക എന്നതാ മത്സരം എന്നൊക്കെ. ഫായിസ് വിജയ്, ബദാന തുടങ്ങി ഇന്തഹാന അവസാനിച്ചു എന്നൊക്കെ. ഈ താഴെ മുഅ്ജം കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നന്നായിട്ട് വായിച്ച് പഠിക്കുക തന്നെ വേണം. ഇതിൽ നോക്കും ചോദ്യങ്ങളുണ്ടാകാം. ഇത്രയാണ് ഈ പാഠത്തിൽ, ഈ 4 പാഠങ്ങളിലായിട്ട് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക.